നമസ്കാരം. എനർജി ടോക്ക് വിത്ത് EMCയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി എനർജി ടെക്നോളജിസ്റ്റ് ശ്രീ സന്ദീപ് കെ സാറാണ്. സാറിനെ ഈ പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഊർജ്ജ സംരക്ഷണ മേഖലയിൽ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികളിലൊന്നായ ഊർജ്ജ സംരക്ഷണ അവാർഡ്, ഈ വിഷയത്തെക്കുറിച്ചാണ് സന്ദീപ് സാർ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. ഊർജ്ജ സംരക്ഷണ അവാർഡ് നിർണയം, വിതരണം എന്നിവ കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി നടപ്പിലാക്കുന്നത് എനർജി മാനേജ്മെൻറ്റ് സെൻ്ററാണ്. നമസ്കാരം. ഇന്ന് ഊർജ്ജ സംരക്ഷണ അവാർഡിനെ കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കേരള സംസ്ഥാനത്ത് വിവിധ മേഖലകളിലായി ഊർജ്ജ സംരക്ഷണ നടത്തി വരുന്ന സ്ഥാപനങ്ങൾക്കോ വ്യവസായശാലകൾക്കോ പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടിയാണ് ഊർജ്ജ സംരക്ഷണ അവാർഡ് നമ്മൾ നൽകി വരുന്നത്. 1998 മുതൽ എനർജി മാനേജ്മെൻറ്റ് സെൻ്ററാണ് ഈ ഒരു സ്കീം ഗവൺമെൻറ്റിന് വേണ്ടി നടപ്പിലാക്കി വരുന്നത്. എല്ലാ വർഷം ഡിസംബർ 14 ഊർജ്ജ സംരക്ഷണ ദിനമായ ഡിസംബർ 14 ഈ ഊർജ്ജ സംരക്ഷണ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. ഈ ഊർജ്ജ സംരക്ഷണ അവാർഡ് നിർണ്ണയിക്കുന്നതിന് വേണ്ടി അതിൻ്റെ മാർഗനിർദ്ദേശങ്ങളും അതിൻ്റെ അപ്ലിക്കേഷൻസും നിർണ്ണയിക്കുന്നതിന് വേണ്ടി ഒരു സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി ഫോർ എനർജി കൺസർവേഷൻ ഇൻ കേരള എന്ന് പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ACS പവർ അഡീഷണൽ ചീഫ് സെക്രട്ടറി പവർ ചെയർമാനായിട്ടുള്ള ഒരു കമ്മിറ്റിയുണ്ട്. ഈ കമ്മിറ്റിയിലാണ് ഇതിൻ്റെ ഗൈഡ് ലൈൻസും അപ്ലിക്കേഷൻ ഫോമും നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത്. എല്ലാ വർഷവും ഈ ഒരു കമ്മിറ്റിയുടെ മീറ്റിങ്ങോട് കൂടിയാണ് ഊർജ്ജ സംരക്ഷണ അവാർഡിന് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ 2025 ഊർജ്ജ സംരക്ഷണ അവാർഡിനുള്ള ഫസ്റ്റ് സ്റ്റേറ്റ് ലെവൽ മീറ്റിംഗ് കഴിഞ്ഞു. അതിൽ 7 കാറ്റഗറികളിലായി ഊർജ്ജ സംരക്ഷണ അവാർഡ് അപ്ലിക്കേഷൻ ക്ഷണിക്കാൻ ധാരണയായിട്ടുണ്ട്. കാറ്റഗറികൾ എന്ന് പറയുന്നത്, ഒന്ന് വൻകിട ഊർജ്ജ ഉപഭോക്താക്കൾ, ഇടത്തരം ഊർജ്ജ ഉപഭോക്താക്കൾ, ചെറുകിട ഊർജ്ജ ഉപഭോക്താക്കൾ, കെട്ടിടങ്ങൾ, സ്ഥാപനങ്ങൾ, പിന്നീട് പ്രൊമോട്ടേഴ്സ് ഓഫ് എനർജി എഫിഷ്യൻറ്റ് പ്രൊഡക്ട്സ്, ആർക്കിടെക്ചറൽ ഫേംസ് ആൻഡ് ഗ്രീൻ ബിൽഡിംഗ് കൺസൾട്ടൻസി എന്നീ 7 വിഭാഗങ്ങളിലാണ് ഊർജ്ജ സംരക്ഷണ അവാർഡ് ക്ഷണിച്ചിട്ടുള്ളത്. ഇതിന് ഈ വിഭാഗങ്ങളിലായിട്ട് ആദ്യത്തെ 6 വിഭാഗങ്ങൾക്ക് 1 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും പ്രശസ്തി പത്രവുമാണ് നൽകുന്നത്. പിന്നീട് പ്രൊമോട്ടേഴ്സ് ഓഫ് എനർജി എഫിഷ്യൻസി പ്രൊഡക്റ്റ്, പിന്നെ 6ാമത്തെ കാറ്റഗറിയായ എനർജി എഫിഷ്യൻസി പ്രൊഡക്ട്സിൻ്റെ വിൽക്കുന്നവർക്ക് സമ്മാന തുക എന്ന് പറയുന്നത് 50,000 രൂപയും, ആർക്കിടെക്ചറൽ ഫേംസ് ആൻഡ് ഗ്രീൻ ബിൽഡിംഗ് കൺസൾട്ടൻസികൾക്കും 50,000 രൂപ പ്രശസ്തി പത്രവുമാണ് നൽകി വരുന്നത്. ഇത് കൂടാതെ അഡീഷണലായിട്ട് ഈ ഊർജ്ജ സംരക്ഷണ അവാർഡിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ISO 50001 ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, അതായത് എനർജി മാനേജ്മെൻറ്റ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകി വരുന്നു. പിന്നീട് എനർജി ഓഡിറ്റ്, 2011 മാൻഡേറ്ററി എനർജി ഓഡിറ്റിൻ്റെ GO പ്രകാരം എനർജി ഓഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ധനസഹായവും ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടവർക്ക് നൽകി വരുന്നു. ഈ ഒരു കമ്മിറ്റിയിൽ തന്നെയാണ് നമ്മൾ ആദ്യത്തെ മീറ്റിങ്ങിന് ശേഷം സെൻസിറ്റൈസേഷൻ പ്രോഗ്രാം നടത്താറുണ്ട്, എല്ലാ വർഷവും നടത്തി വരുന്നുണ്ട്. ഈ സെൻസിറ്റൈസേഷൻ പ്രോഗ്രാമിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് പുതുതായി അപ്ലൈ ചെയ്യുന്ന ഈ ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തി പുതിയ അപ്ലിക്കേഷൻ ചെയ്യുന്നവർക്ക് ഇതെന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമാണ് സെൻസിറ്റൈസേഷൻ പ്രോഗ്രാം. ഈ സെൻസിറ്റൈസേഷൻ പ്രോഗ്രാമിൽ കഴിഞ്ഞ വർഷം ഊർജ്ജ സംരക്ഷണ അവാർഡ് നേടിയ അല്ലെങ്കിൽ അവാർഡ് ജേതാക്കൾ അവർ എന്ത് പ്രവർത്തനങ്ങളാണ് അവരെ സ്ഥാപനങ്ങളിൽ നടത്തിയത് എന്നുള്ള ഒരു പ്രസൻറ്റേഷനോട് കൂടിയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ഈ പുതിയ ആളുകൾക്ക് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ, ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരുടെ സ്ഥാപനങ്ങളിൽ ഇത് നടപ്പിലാക്കുവാനും സാധിക്കും. അങ്ങനെ സെൻസിറ്റൈസേഷൻ പ്രോഗ്രാം നമ്മൾ എല്ലാ വർഷവും നടത്താറുണ്ട് ഈ എനർജി കൺസർവേഷൻ അവാർഡിൻ്റെ ഭാഗമായിട്ട്. പിന്നെ ഇത് കൂടാതെ ഈ എനർജി കൺസർവേഷൻ അവാർഡിൻ്റെ അപ്ലിക്കേഷൻ നമ്മൾ ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകേണ്ടത്. നമ്മുടെ എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിൻ്റെ www.keralaenergy.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നിന്ന് അവാർഡ് ഫോമും ആപ്ലിക്കേഷൻ ഫോംസും ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ഫില്ല് ചെയ്ത് ecawards@gmail.com എന്നുള്ള ഇമെയിൽ ID നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷ നൽകേണ്ടത്.
അപേക്ഷ നൽകുന്നതിൻ്റെ അവസാന തീയതി 2025 ഒക്ടോബർ 15 ഈ വർഷത്തെ അവാർഡിനുള്ള അപ്ലിക്കേഷൻ നൽകുന്നതിനുള്ള അവസാന തീയതി. അതിനുശേഷം എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിൻ്റെ അപ്ലിക്കേഷൻ ലഭിച്ചതിന് ശേഷം എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിൽ ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ച് ഈ കിട്ടിയ അപേക്ഷകൾ ഇവാലുവേറ്റ് ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത അപ്ലിക്കൻസിനെ പിന്നീട് ഒരു സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയിൽ അപ്രൂവ് ചെയ്തിട്ടുള്ള പാനലിൽ നിന്ന് ഒരു ജഡ്ജിങ് കമ്മിറ്റി രൂപീകരിച്ച് ഒന്നെങ്കിൽ നേരിട്ട് അവരെ സൈറ്റിൽ ചെന്ന് ഇൻ്റർവ്യൂ നടത്തുകയും അല്ലെങ്കിൽ അവരെ ഒരു പ്രസൻറ്റേഷൻ നടത്തി ഈ ജഡ്ജിങ് കമ്മിറ്റി ഇവാലുവേറ്റ് ചെയ്യുകയുമാണ് പതിവ്. ഇതിനുശേഷം ജഡ്ജിങ് കമ്മിറ്റി ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം അവാർഡ് ജേതാക്കളെ അവർ നിർണ്ണയിക്കുകയും സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഒരു സെക്കൻഡ് മീറ്റിങ്ങിൽ ഇത് അപ്രൂവ് ചെയ്ത് ഡിസംബർ 14 പ്രഖ്യാപിക്കുകയുമാണ് പതിവ്. ഇത്രയുമാണ് എനർജി കൺസർവേഷൻ അവാർഡിനെ കുറിച്ച് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. എനർജി ടോക്ക് വിത്ത് EMC അറിവിന് ഊർജ്ജം പകരാം. ഊർജ്ജ സംരക്ഷണ മേഖലയിലെ പുതിയ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വ്യാഴാഴ്ചയും രാത്രി 7 മണിക്ക് എനർജി ടോക്ക് വിത്ത് EMC അറിവിന് ഊർജ്ജം പകരാം.